ഹലോ, വെൽക്കം ടു മൈ ചാനൽ. 2024 പാർലമെന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ക്രിമിനലൈസേഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം. ഇന്ത്യൻ ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യാവുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി കുറച്ച് IAM പ്രൊഫസേഴ്സ് ചേർന്ന് സ്ഥാപിച്ച ഒരു ഓർഗനൈസേഷനാണ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ്, അല്ലെങ്കിൽ ADR എന്ന് പറയുന്നത്. ഇവരുടെ കണക്ക് പ്രകാരം ഇപ്പോഴത്തെ ലോകസഭയിലെ 40% MP-മാരുടെ പേരിൽ ക്രിമിനൽ കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 25% MP-മാരുടെ പേരിൽ 7 വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ ക്രിമിനൽ ചാർജസ് ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയും സജീവമായ സ്ഥാനം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പ്രധാനമായിട്ടും 2 ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഒന്നാമതായി, എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ പാർട്ടികൾ ഇത്തരം വ്യക്തികൾക്ക് സീറ്റ് കൊടുക്കുന്നതെന്നും രണ്ടാമതായി, എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്തരം വ്യക്തികളെ ജയിപ്പിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം വ്യക്തികൾക്ക് സീറ്റ് കൊടുക്കാനുള്ള പ്രധാന കാരണം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് ചിലവുകളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ ഒരു ഇലക്ഷൻ പ്രോസസ്സാണ് ഇന്ത്യയിലേത്. 2019 ലോക്സഭാ ഇലക്ഷന് ചെലവായത് ഏകദേശം 60,000 കോടി രൂപയാണെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവും. ഇത്രയും വലിയൊരു തുക കണ്ടെത്തുക എന്നത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കുന്നതല്ല. അതുകൊണ്ട് സ്വന്തം തിരഞ്ഞെടുപ്പ് ചിലവ് വഹിക്കുവാനും പാർട്ടികൾക്ക് ഉദാരമായി സംഭാവന ചെയ്യുവാനും കഴിയുന്ന വ്യക്തികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ സീറ്റ് കൊടുക്കുന്നു. ഒരു MPയോ MLA ആകുമ്പോൾ ലഭിക്കുന്ന നിയമപരമായ സംരക്ഷണവും അധികാരവും മറ്റ് സാമ്പത്തിക നേട്ടങ്ങളുമാണ് ഇത്തരം വ്യക്തികളെ പാർട്ടികൾക്ക് സംഭാവന ചെയ്യുവാനായി പ്രേരിപ്പിക്കുന്നത്. അടുത്തതായി, എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്തരം വ്യക്തികൾക്ക് വോട്ട് കൊടുക്കുന്നതെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാം. മാറി മാറി വരുന്ന സർക്കാരുകളുടെ പരാജയമാണ് ഇതിന് കാരണമെന്ന് നമുക്ക് പറയേണ്ടി വരും. സാധാരണ ജനങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്നും ലഭിക്കേണ്ട സേവനങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ശക്തനായി തോന്നുന്ന നേതാക്കളെ ജനങ്ങൾ സമീപിക്കും. ഇതുകൂടാതെ ഇത്തരം നേതാക്കൾ അവരെ തന്നെ പ്രത്യേക സമുദായങ്ങളുടെ സംരക്ഷകൻ എന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയും ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കുകയും ചെയ്യുന്നു. ഒരുതരം പൊളിറ്റിക്കൽ റോബിൻഹുഡ്സ് ആയിട്ടാണ് ഇത്തരം നേതാക്കളെ ജനങ്ങൾ കാണുന്നത്. ചില കണക്കുകൾ പ്രകാരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാൻ അല്ലാത്തവരെ കഴിഞ്ഞും 3 ഇരട്ടി സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. രാജ്യത്ത് വളർന്നു വരുന്ന വിഭാഗീയതയുടെ പ്രധാനപ്പെട്ട കാരണവും ഇത്തരം നേതാക്കളാണ്. കൂടാതെ ഭരണത്തിലുള്ള പോരായ്മകൾ നിലനിർത്തുക എന്നുള്ളത് ഇത്തരം നേതാക്കളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളിലേക്ക് യഥാർത്ഥ വികസനം എത്താതിരിക്കുവാനും ഇത്തരം നേതാക്കൾ ശ്രദ്ധ പുലർത്തും. തിരഞ്ഞെടുപ്പ് ചിലവുകളെ സംബന്ധിക്കുന്ന കണക്കുകളിൽ സുതാര്യത കൊണ്ടുവരിക എന്നതും വിദ്വേഷ പ്രസംഗങ്ങൾക്കും മറ്റുമെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക എന്നതും ഈ ഒരു ട്രെൻഡിനെ ഒരു പരിധിവരെ തടയുവാൻ സഹായിക്കും. എങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് അവർ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും ക്രിമിനൽസിനെ ഒഴിവാക്കി നിർത്തുവാനുള്ള ഏറ്റവും എഫക്റ്റീവായ മാർഗം. ഇലക്ഷൻ കമ്മീഷന്റെ നോ യുവർ കാൻഡിഡേറ്റ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഓരോ സ്ഥാനാർത്ഥികളുടെയും സ്വത്ത് വിവര കണക്കുകളും അവരുടെ പേരിലുള്ള ക്രിമിനൽ കേസുകളെ കുറിച്ചും നമുക്ക് അറിയുവാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.